അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഭൂതകാലം എന്ന ഹൊറർ മൂവിക്ക് ശേഷം രാഹുൽ സദാശിവന്റെ സംവിധാനത്തിൽ മമ്മൂട്ടി, അർജുൻ അശോകൻ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി വന്ന ഫോക്ലോർ ഹൊറർ ഡ്രാമ മൂവിയാണ് ഭ്രമയുഗം. ഏതാണ്ട് 40 വർഷങ്ങൾക്ക് ശേഷമാണ് മലയാളത്തിൽ ഒരു മുഴുനീള ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം പുറത്തിറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ സിനിമയുടേതായി പുറത്തു വന്ന പോസ്റ്ററുകൾ കൊണ്ടും ട്രെയിലർ കൊണ്ടും സിനിമയ്ക്ക് നല്ല രീതിയിലുള്ള ഒരു ഹൈപ്പ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഭ്രമയുഗത്തിലേക്ക് വരികയാണെങ്കിൽ നൂറ്റാണ്ടുകൾക്ക് മുൻപേയുള്ള ഒരു കാടും ആ കാട്ടിനുള്ളിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു മനയും അവിടുത്തെ തമ്പ്രാനായ കൊടുമൻ പോറ്റിയും അവിടേക്ക് വഴിതെറ്റി വരുന്ന ഒരു പാണനെയും ആ മനയിലെ വെപ്പുകാരനെയും കാണിച്ചുകൊണ്ട് ഒരു മുത്തശ്ശി കഥ എന്ന പോലെ വളരെ മികച്ച രീതിയിലാണ് ഈ സിനിമ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പേസിൽ പോകുന്ന സിനിമയാണെങ്കിൽ പോലും സിനിമയുടെ ആസ്വാദനത്തെ ഒട്ടും മോശമാക്കാത്ത രീതിയിൽ മികച്ചതാക്കുന്നതിൽ രാഹുൽ സദാശിവന്റെ സ്ക്രീൻ പ്ലേയും ടി രാമകൃഷ്ണന്റെ ഡയലോഗ്സും വഹിച്ച പങ്ക് വളരെ വലുതായി തന്നെ എനിക്ക് അനുഭവപ്പെട്ടു. വെറും 5 കഥാപാത്രങ്ങൾ മാത്രമുള്ള ഈ സിനിമയിൽ സ്ക്രീൻ പ്ലേ കഴിഞ്ഞാൽ പ്രേക്ഷകരെ ഏറ്റവും കൂടുതൽ പിടിച്ചിരുത്തേണ്ടത് പെർഫോമൻസുകൾ ഒന്നുകൊണ്ട് മാത്രമാണ്. അത് വളരെ മികച്ച രീതിയിൽ തന്നെ അവരെല്ലാവരും പെർഫോം ചെയ്തതായി എനിക്ക് തോന്നി. അതിൽ ചെറിയ കഥാപാത്രങ്ങളായി വന്ന അമാൽഡാലിസ്, മണികണ്ഠനാചാര്യ എന്നിവർ അവർക്ക് കിട്ടിയ വേഷം തീരെ മോശമാക്കാതെ തന്നെ പെർഫോം ചെയ്തതായി എനിക്ക് തോന്നി. ഇനി പ്രധാന കഥാപാത്രങ്ങളുടെ പെർഫോമൻസിലേക്ക് വരികയാണെങ്കിൽ എന്നെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചത് പാണനായി വന്ന അർജുൻ അശോകന്റെ പെർഫോമൻസ് ആയിരുന്നു. ഒരു വീട്ടിലെ പയ്യൻ ഇമേജിലൂടെ മാത്രം പോയി കിട്ടുന്ന അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതത്തിൽ തന്നെ ബെഞ്ച് മാർക്ക് എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന പെർഫോമൻസ് ആണ് ഈ സിനിമയിലൂടെ അദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. അർജുൻ അശോകന്റെ പെർഫോമൻസിനെ കിടപിടിക്കാൻ പാകത്തിലുള്ള കഥാപാത്രമായിരുന്നു വെപ്പുകാരനായി വന്ന സിദ്ധാർത്ഥ് ഭരതന്റെ ഈ സിനിമയിലെ പെർഫോമൻസ്. പകയുടെയും തോറ്റുകൊടുക്കാൻ മടിയുള്ളവന്റെയും ഭാവങ്ങൾ അദ്ദേഹത്തിലെ അഭിനേതാവിനെ വളരെ മികച്ച രീതിയിൽ തന്നെ പുൾ ഓഫ് ചെയ്യാൻ ഈ സിനിമയിലൂടെ സാധിച്ചു എന്ന് വേണം പറയാം. അവസാനമായി ഇദ്ദേഹത്തെ പറ്റി ഇനി ഞാനായിട്ട് എന്താണ് പറയാമെന്നാണ് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. പോസ്റ്റ് കോവിഡ് ഇടയിൽ ഒരു നടനെന്ന രീതിയിലും താരമെന്ന രീതിയിലും പ്രൊഡ്യൂസർ എന്ന രീതിയിലും സ്ക്രിപ്റ്റ് സെലക്ഷൻ കൊണ്ട് പ്രേക്ഷകരെ ഞെട്ടിക്കുന്ന മമ്മൂട്ടി എന്ന അതുല്യ പ്രതിഭയുടെ സിനിമാ ജീവിതത്തിലെ ഒരു പൊൻതൂവലെന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന സിനിമയായാണ് ഭ്രമയുഗം എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. കൊടുമൻ പോറ്റി എന്ന കഥാപാത്രത്തെ വളരെ മികച്ച രീതിയിൽ മറ്റാർക്കും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ തന്നെ അദ്ദേഹം പെർഫോം ചെയ്തതായി എനിക്ക് അനുഭവപ്പെട്ടു. ഭ്രമയുഗത്തിലെ ടെക്നിക്കൽ സൈഡിലേക്ക് വരികയാണെങ്കിൽ ക്രിസ്റ്റോ സീവിയർ ചെയ്ത മ്യൂസിക് ഡിപ്പാർട്ട്മെന്റും സൗണ്ട് ഡിപ്പാർട്ട്മെന്റും സിനിമയുടെ മൂഡിനെ അത്രയ്ക്ക് എലിവേറ്റ് ചെയ്യാൻ പാകത്തിന് മികച്ചതായി തന്നെ എനിക്ക് അനുഭവപ്പെട്ടു. അതേപോലെ തന്നെ ഷഹനാദ് ജലാലിന്റെ സിനിമാറ്റോഗ്രാഫിയും ഷെഫീഖ് മുഹമ്മദ് അലിയുടെ എഡിറ്റിംഗും സിനിമയ്ക്ക് പണ്ടത്തെ കാലത്തെ ടെക്സ്ചർ നൽകുന്നതിൽ വളരെ വലിയൊരു പങ്കാണ് വഹിച്ചിട്ടുണ്ടായിരുന്നത്. ഇൻ കൺക്ലൂഷൻ, കഥയും പെർഫോമൻസും മികച്ചതായാൽ ഏതൊരു പരീക്ഷണ സിനിമയും മലയാളികൾ ഇരുകൈയും നീട്ടി സ്വീകരിക്കുമെന്നുള്ള പുതിയ ഉദാഹരണമായാണ് ഭ്രമയുഗം എനിക്ക് അനുഭവപ്പെട്ടുള്ളത്. എല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ.